നമസ്കാരം. സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ട് പോലും എടുക്കാൻ കഴിയുന്നില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതിനെ ഓർമ്മിപ്പിക്കുകയാണ് ഡൽഹിയിലെ പാറ്റ വിപ്ലവത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പാറ്റകൾ എന്ന പേരിൽ ഒരു പരിധിവരെ രാജ്യവിരുദ്ധമെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ ഒരു സംഘം ചെറുപ്പക്കാർ ആരംഭിച്ച കലാപത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ അതിനെ പൂർണ്ണമായും അവഗണിച്ച് അത് രാജ്യത്തെ വലിയൊരു തലവേദനയാക്കി മാറ്റി എന്ന് കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയേണ്ടി വരും. ഇന്നലെ ഡൽഹിയിൽ പാറ്റകൾ നടത്തിയ സമ്മേളനം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. 2014 മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇതിനു മുൻപ് ഡൽഹി ഇതുപോലെ വിറച്ച ഒരേ ഒരു സംഭവം കർഷക പ്രക്ഷോഭമായിരുന്നു. അതും ഇങ്ങനെ തന്നെ അവഗണിച്ചും അപമാനിച്ചും വഷളാക്കി ഒടുവിൽ കേന്ദ്ര സർക്കാരിനെ ആ നിയമ പരിഷ്കാരങ്ങൾ തന്നെ പിൻവലിക്കേണ്ടി വന്നു. നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചയാണ് ഇന്നലത്തെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളുടെ മൂലകാരണം. പാറ്റകളുടെ തുടക്കത്തോട് വിയോജിപ്പുള്ള വ്യക്തിയാണ് ഞാൻ. മാത്രമല്ല, ഇത്തരം പാറ്റകളുടെയൊക്കെ പിന്നിൽ രാജ്യദ്രോഹികളായ ചില കൂട്ടുകക്ഷികൾ ഉണ്ട് എന്ന് ഇതിനു മുൻപ് തെളിയിച്ചിട്ടുള്ളതാണ്. രാഷ്ട്രീയ ബോധമോ രാഷ്ട്രബോധമോ ലവലേശമില്ലാത്ത പുതിയ തലമുറ, അവർ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഇല്ലാത്ത ഒരു ലോകം കണ്ടിട്ടേയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്താഗതിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവരുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും വ്യത്യാസമുണ്ട്. അത്തരക്കാരും ഈ ലോകത്തിൻ്റെ ഭാഗമാണ്. അവരെ നമുക്ക് അവഗണിക്കാൻ പാടില്ല. എന്നാൽ പരമ്പരാഗതമായ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളിൽ പരിശീലിച്ചു വന്ന നമ്മുടെ സംവിധാനങ്ങൾക്കൊന്നും മാറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടായ പുതിയ ഇത്തരം മൂവ്മെൻറ്റുകളെ നേരിടാനുള്ള അറിവും പക്വതയും പരിചയവുമില്ല. ഇവരെ നിയന്ത്രിക്കുന്നതും വഴിതെറ്റിക്കുന്നതും രാഷ്ട്രബോധമോ രാഷ്ട്രീയ ബോധമോ അല്ല, നേരെ മറിച്ച് പ്രൊപ്പഗാൻഡ പൊളിറ്റിക്സ് ആണ്. ലോകത്ത് അനേകം രാഷ്ട്രങ്ങളിൽ ഇത്തരം ബോധപൂർവമായ ആൽഗോരിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മുതലാളിത്ത രാഷ്ട്രങ്ങളുടെയും ആൽഗോരിതങ്ങളാണ്. എന്നാൽ ഇവയ്ക്കെതിരെ ചില താല്പര്യങ്ങളോടുകൂടി സൃഷ്ടിക്കപ്പെടുന്ന ആൽഗോരിതങ്ങൾ പലപ്പോഴും ഒരു രാജ്യത്തിൻ്റെ നാശത്തിന് കാരണമാകുന്നു. ഇങ്ങനെ ബോധപൂർവം ചിലർ സൃഷ്ടിക്കുന്ന ആൽഗോരിതങ്ങളിലേക്ക് പുതിയ തലമുറ ആലോചനയില്ലാതെ എടുത്തു ചാടും. അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ യുക്തിസഹമെന്ന് നമുക്ക് തോന്നും. എന്നാൽ ഈ മുദ്രാവാക്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച കപടബുദ്ധി, കുബുദ്ധി അവരോ സമൂഹമോ തിരിച്ചറിയുന്നില്ല. ലോകത്തെല്ലായിടത്തും ഒരു ഇടത് ഇസ്ലാമിക ലിബറൽ വോക്കിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ആൽഗോരിതം സൃഷ്ടിക്കപ്പെടുകയും അതിനെ ചിലർ ബോധപൂർവം പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അതിൻ്റെ തുടർച്ചയാണ് പല രാജ്യങ്ങളിലും ഓറഞ്ച് വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലുമൊക്കെ നമ്മളത് കണ്ടു. അത്തരമൊരു ഓറഞ്ച് വിപ്ലവത്തിലൂടെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം പേരുണ്ട്. പ്രത്യേകിച്ച് വരുന്ന നൂറ്റാണ്ട് ഇന്ത്യയുടേതാണ് എന്ന് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സാണ്, മനുഷ്യ വിഭവശേഷിയാണ്. ഇന്ത്യക്കുള്ളതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മറ്റൊരു രാജ്യത്തുമില്ല. ഈ ഹ്യൂമൻ റിസോഴ്സിനെ ട്രെയിൻ ചെയ്തെടുത്താൽ ഇന്ത്യ ഞൊടിയിടയിൽ ലോകത്തെ കീഴടക്കും. പാശ്ചാത്യ രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവർക്ക് സ്വന്തമായി മനുഷ്യരില്ല, അവർ മറ്റ് രാജ്യങ്ങളിൽ നിന്നും കടം വാങ്ങുകയാണ് ഇവരെ എന്നതാണ്. അതേസമയം ഇന്ത്യക്ക് മനുഷ്യ വിഭവശേഷി തേടി ഒരിടത്തും പോവേണ്ടതില്ല. ഉള്ളവരെ കൃത്യമായി ട്രെയിൻ ചെയ്തെടുപ്പിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, മൂലധന നിക്ഷേപത്തിന് വേണ്ട ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക. ഇത് മൂന്നും ചെയ്താൽ ഇന്ത്യ ഞൊടിയിടയിൽ വളർന്നു പന്തലിക്കുകയും ലോകത്തെ കയ്യിലെടുക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ പെട്ടുപോകും. ഈ രാജ്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്, ആരോഗ്യ വ്യവസ്ഥയാവട്ടെ പ്രതിരോധ വ്യവസ്ഥയാവട്ടെ, എല്ലാം നിലനിൽക്കുന്നത് ഇന്ത്യക്കാരെ കൊണ്ടാണ്. ഇന്ത്യ സാമ്പത്തികമായി വളർന്നാൽ, ഇവിടെ സാമ്പത്തിക നേട്ടമുണ്ടായാൽ, ഇവിടെ വലിയ ശമ്പളം കിട്ടിയാൽ, ഇവിടെ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സാഹചര്യമുണ്ടായാൽ അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ചെന്നടിഞ്ഞിരിക്കുന്ന ഇന്ത്യക്കാർ ഇങ്ങോട്ട് കൂട്ടത്തോടെ വരും. അത് ആ രാജ്യങ്ങളെ ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇത്തരമൊരു പാറ്റാ വിപ്ലവം സൃഷ്ടിച്ച് ഈ രാജ്യത്തെ ശിഥിലീകരിക്കാൻ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ജോർജ് സോറോസിനെ പോലെയുള്ളവർ വെറുതെ ഇരിക്കുകയല്ല. ഇത്തരം ഗൂഢാലോചനക്കാരെ തിരിച്ചറിയാനും വിവേകത്തോടുകൂടി അത്തരം ശ്രമങ്ങളെ നേരിടാനും കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു പോയി എന്ന് ഖേദപൂർവ്വം പറയട്ടെ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കഴിഞ്ഞ 30 ദിവസം കൈയും കെട്ടി നിന്നത്? അഭിജിത് ദീപ്കെ ഒരു മാസം മുമ്പ് അമേരിക്കയിൽ നിന്നും ഡൽഹിയിൽ വന്നിറങ്ങുമ്പോൾ വലിയ ആൾക്കൂട്ടത്തെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഉണ്ടായില്ല. അഭിജിത് ദീപ്കയും കൂട്ടുകാരും ജന്തർ മന്ദറിൽ സത്യാഗ്രഹം പ്രഖ്യാപിച്ചപ്പോഴും വലിയ ആരവമുണ്ടാക്കാൻ കഴിഞ്ഞില്ല.
ആളെ കിട്ടാതെ വന്നതോടെ അവരെ അപമാനിക്കാനും അവഹേളിക്കാനും ശ്രമമുണ്ടായി. അവർ പറയുന്ന കാര്യങ്ങളുടെ മെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും അധികാരികൾ വിസമ്മതിച്ചു. വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ പരാമർശത്തിന്റെ പേരിൽ ഇങ്ങനെ പാറ്റകൾ എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ അവർ ഉന്നയിക്കുന്ന വിഷയത്തിന്റെ മെറിറ്റ് അവഗണിക്കരുതായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നത് ന്യായമായ ഒരാവശ്യമാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് കുട്ടികളെ പെരുവഴിയിലാക്കിയ നീറ്റ് പരീക്ഷ വിവാദം മാത്രമല്ല, പല പരീക്ഷകളുടെയും വിശ്വാസ്യത ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ ചോർന്നുപോയി. ഇവരൊന്നും ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ മോദി അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടേണ്ടതായിരുന്നു. പാറ്റ വിപ്ലവം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കേണ്ടതായിരുന്നു. 1956 തമിഴ്നാട്ടിൽ ഒരു ട്രെയിൻ അപകടമുണ്ടായപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ മന്ത്രിസ്ഥാനം രാജിവെച്ചത് ഇന്നും ജനാധിപത്യത്തിന്റെ സുന്ദര നിമിഷമായി തുടരുന്ന രാജ്യമാണിതെന്ന് ഓർക്കണം. അത്തരമൊരു പശ്ചാത്തലത്തിൽ തുടർച്ചയായി പരീക്ഷകളിൽ വീഴ്ച ഉണ്ടായിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ ആ പദവിയിൽ തുടരുന്നത് അനുചിതമാണ് എന്ന് മോദിയും BJPയും തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കണമായിരുന്നു. അവർ അത് ചെയ്തില്ല. ആ ഒരൊറ്റ വീഴ്ച കൊണ്ടാണ് ഒരു മാസത്തിന് ശേഷം പാറ്റകൾ ശക്തി പ്രാപിച്ചതും ഇന്നലെ സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതും. വേണമെങ്കിൽ നമുക്ക് പറയാം ആരും ഉണ്ടായിരുന്നില്ല, കുറച്ചുപേരെ ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ വാസ്തവം അതല്ല. 10,000-കണക്കിന് യുവതലമുറയാണ്, അതും സ്കൂൾ യൂണിഫോം വരെ അണിഞ്ഞവർ അവിടേക്ക് എത്തിയത്. അവരിൽ മിക്കവരും തന്നെ നീറ്റ് പരീക്ഷ അല്ലെങ്കിൽ അവർ പങ്കെടുക്കുന്ന പരീക്ഷയിലെ സുതാര്യതയില്ലായ്മയും ക്രമക്കേടും മാത്രം മനസ്സിൽ കരുതുന്നവരാവും. ഇങ്ങനെ അവിടേക്ക് എത്തിയ ആളുകൾക്ക് ഓരോരുത്തർക്കും ഓരോ കാരണം കാണും. അവർക്കാർക്കും അഭിജിത് ദീപ്കയുടെയോ പാറ്റകളുടെയോ രാഷ്ട്രീയം തിരയേണ്ട കാര്യമില്ല. യുവതലമുറയിലേക്ക് വികാരം കുത്തിവയ്ക്കുന്നതും അവർ അതിലേക്ക് എടുത്തു ചേർന്നതും ഇത്തരം പശ്ചാത്തലത്തിലാണ്. അപ്രതീക്ഷിതമായി യുവാക്കളും കുട്ടികളും തടിച്ചുകൂടിയതോടെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു. പാർലമെന്റ് മന്ദിരത്തിന് തൊട്ടടുത്ത് വരെ ആൾക്കൂട്ടമെത്തി. തലസ്ഥാന നഗരിയിലെ അതീവ സുരക്ഷാ മേഖല മുഴുവൻ ഇവർ പിടിച്ചടക്കി. 10,000-കണക്കിന് ജനങ്ങളെ കൊണ്ട് പൊറുതിമുട്ടി നിവൃത്തികെട്ട് ജലവീരങ്കിയും കണ്ണീർ വാതകവും ഒക്കെ പ്രയോഗിച്ച് പലരെയും അടിച്ചോടിച്ചു. അപ്പോഴേക്കും എന്തു സംഭവിച്ചു? പോലീസ് പൊളിച്ച ജന്തർ മന്ദിറിലെ സമരപ്പന്തലിലേക്ക് അഭിജിത് ദീപ്ക അടക്കമുള്ള സംഘം വീണ്ടും എത്തി. പൂർവാധികം ശക്തിയോടെ വീണ്ടും സത്യാഗ്രഹം തുടരുന്നു. ഇന്നും വരും ദിവസങ്ങളിലും പാർലമെന്റ് മാർച്ച് അടക്കമുള്ള തലസ്ഥാന നഗരം സ്തംഭിപ്പിക്കുന്ന സമരപരിപാടികളിലേക്ക് പോകുന്നു. ഇത് ആരംഭിച്ചിട്ട് ഒരു മാസമായെങ്കിലും ഇപ്പോൾ അതിന് ശക്തി കൂടി എന്നത് ചെറുതായി കാണരുത്. ഇനിയുള്ള ദിവസങ്ങളിൽ ആ സമരം ശക്തിപ്പെടുകയും അത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യാനുള്ള സാധ്യത പരിഗണിക്കണം. 3 ആവശ്യങ്ങളാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. 1. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. 2. സമരനായകൻ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യണം. 3. നീറ്റ് പരീക്ഷ മാറ്റിവെച്ചതുകൊണ്ട് ജീവൻ ഒടുക്കേണ്ടി വന്നവർക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കണം. 3 ആവശ്യങ്ങളും ന്യായമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവർ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വമായിരുന്നു. ഇനിയെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഈ സമരം പിൻവലിപ്പിച്ചില്ലെങ്കിൽ ജോർജ് സോറോസിനെ പോലെയുള്ള ഇന്ത്യ വിരുദ്ധർ ഒളിഞ്ഞിരുന്ന് അവസരം മുതലെടുക്കുമെന്ന് തിരിച്ചറിയുക. നിസ്സാരമായ പാളിച്ചകളാണ് പലപ്പോഴും അനാവശ്യമായ കലാപങ്ങൾക്ക് കാരണമാകുന്നത്. ജനക്കൂട്ടം നിയമം ലംഘിക്കാൻ തീരുമാനിച്ചാൽ എത്ര വെടിയുതിർത്തിട്ടും പീരങ്കി പ്രയോഗിച്ചിട്ടും പ്രയോജനമില്ല. ഓരോ വെടിയൊച്ചയും ഇത്തരക്കാരുടെ ആവേശം വർദ്ധിപ്പിക്കുകയേ ചെയ്യൂ. അതുകൊണ്ട് ഈ പാറ്റക്കൂട്ടത്തെ അവഗണിക്കരുത്. അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്തില്ലെങ്കിൽ രാജ്യം വലിയ വികസന പാതയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അതിന് തടസ്സമായി ഇത് മാറും. കർഷക സമരത്തിന്റെ പശ്ചാത്തലം ഇനിയെങ്കിലും മോദി സർക്കാർ വിസമ്മതിക്കരുത്.